ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് ഇന്ന് സാറ്റർഡേ ആണ്. അപ്പോൾ ക്ലാസ് ഒന്നുമില്ല, എക്സാം എല്ലാം കഴിഞ്ഞ് എല്ലാവരും കൂടെ കൊഴിഞ്ഞാമ്പറക്ക് പോകാമെന്ന് വിചാരിച്ചു. കൊഴിഞ്ഞാമ്പറക്ക് പോകാൻ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഒന്ന് സിനിമ കാണാം, പിന്നെ ഒന്ന് കുറച്ച് ഫുഡ് അടിക്കും. ഫുഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഹോസ്റ്റലേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഫുഡ് പുറത്തുനിന്ന് കഴിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ആഘോഷം തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഒരു ബേക്കറിയിലെത്തി. കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ആഗ്രഹിച്ച ഫുഡൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല, എന്നാൽ ഉള്ളത് കൊണ്ട് നമ്മൾ ഒപ്പിച്ചു. സാധാരണ എല്ലാ വെറൈറ്റി ഫുഡ് കിട്ടുന്ന സ്ഥലമാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നല്ല വൈബാണ്, നല്ല ഭംഗിയാണ്. നമുക്ക് ആ കുപ്പി കണ്ടാൽ തന്നെ അറിയാം, കണ്ടോ, നല്ല അടിപൊളിയാണ്. പിന്നെ നമുക്ക് 11 പേർക്ക് വേണ്ടിയിട്ട് അവർ സീറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തന്നു. എല്ലാവരും കേക്ക്, അതുപോലെ ഷേക്ക്, അങ്ങനെ ഓരോ കാര്യങ്ങൾ ഓർഡർ ചെയ്തു. എനിക്ക് ബർഗറാണ് കൈസ് കിട്ടിയത്. ഒരു ബർഗർ മാത്രമേ ഇവിടെ ഇരുന്നു, പക്ഷേ ഈ ഒരു ബർഗറിന് 40 രൂപയാണെന്ന് കണ്ടാൽ പറയും. നല്ല അടിപൊളി ടേസ്റ്റും ആയിരുന്നു. പിന്നെയാണ് നമ്മളുടെ നെക്സ്റ്റ് പ്ലേസ്. അതായത് ഈ പ്ലേസ് എന്ന് പറയുന്നത് കൊഴിഞ്ഞാമ്പാറ അല്ലെങ്കിൽ പാലക്കാട് പ്രദേശങ്ങളിൽ എന്ന് വെച്ചാൽ ഇതുപോലെ സ്ട്രീറ്റ് ഫുഡ് ധാരാളം കിട്ടും. അത് സ്പെഷ്യലി ചമ്മന്തിയും ആ ഒരു കടിയാവട്ടെ, പരിപ്പുവട ആവട്ടെ, അതുപോലെ തന്നെ ബോണ്ടയുണ്ട്, അങ്ങനെ ഓരോന്നും അതും തമ്മിൽ മിക്സ് ചെയ്ത് കഴിക്കാൻ അടിപൊളിയാണ്. പിന്നെ വെറും 8 രൂപയാണ്. 8 രൂപയ്ക്ക് ഇങ്ങനെയൊക്കെ കിട്ടുമെന്ന് പറഞ്ഞാൽ നമ്മളങ്ങോട്ടൊന്നും കാസർഗോഡൊന്നും കിട്ടില്ല കേട്ടോ ഗൈസ്. പക്ഷേ ഇതൊരു അടിപൊളി സംഭവമാണ്. അപ്പോൾ എല്ലാവരും അത് വാങ്ങി കഴിച്ചു. ഒന്നുമല്ല കഴിച്ചു, 1, 2 ഒക്കെ വാങ്ങി കഴിച്ചു. ഇതും കഴിച്ചതിന് ശേഷമാണ് ഞങ്ങൾ എങ്ങോട്ട് പോയത്, സിനിമ കാണാൻ പോയത്. അതെ ഗൈസ്, അപ്പോൾ നമ്മൾ പോയത് വാഴ കാണാനായിരുന്നു. അതായത് വാഴ സിനിമയായിരുന്നു. ഇഷ്ടമായിരുന്നു, കോമഡി മൂവിയായിരുന്നു. അതുപോലെ കുറച്ച് ചിന്തിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സിനിമ കഴിഞ്ഞപ്പോൾ കുറച്ച് ലേറ്റായോ എന്നൊരു ഡൗട്ട്. അതുകൊണ്ട് തന്നെ ഒട്ടും താമസിക്കാതെ ഞങ്ങൾ അടുത്ത ബസ് പിടിച്ച് വേഗം ഹോസ്റ്റലിലെത്തി ഗൈസ്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ഒരു അടിപൊളി ദിവസം.